അസ്സലാമു അലൈക്കും. ശിഖണ്ഡികളെ പറ്റി ഇസ്ലാമിൻ്റെ അഭിപ്രായം എന്താണ്? പരിചയപ്പെടുത്തിയില്ല. ഉമർ, പേര് ഉമർ, BBA പഠിക്കും. ഉമറിൻ്റെ ചോദ്യം, ശിഖണ്ഡിയുടെ കുറിച്ച് ഇസ്ലാമിൻ്റെ അഭിപ്രായം എന്താണ്? നമ്മൾ ഇപ്പോൾ പത്രങ്ങളും നമ്മളെ മീഡിയകളും എല്ലാം കൂടി വരുത്തി തീർത്തിട്ടുള്ളൊരു സംഗതി, ആണും പെണ്ണും കൂടാതെ ശിഖണ്ഡി എന്ന് പറഞ്ഞിട്ടൊരു മൂന്നാമത്തെ ഒരു വർഗം കൂടി മനുഷ്യൻ്റെ ഇടയിലുണ്ടെന്നാണ്. യഥാർത്ഥത്തിൽ പച്ചക്കള്ളമാണത്, പച്ചക്കള്ളമാണത്. മനുഷ്യനിൽ മാത്രമല്ലല്ലോ ഒരു ശിഖണ്ഡി ഉണ്ടാകേണ്ടത്. ഉണ്ടെങ്കിൽ എല്ലാ ജീവവർഗങ്ങളിലും ഉണ്ടാവണ്ടേ? മനുഷ്യൻ മാത്രമായിട്ടൊരു ശിഖണ്ഡി ഉണ്ടാവും. ജീവവർഗങ്ങൾ ഒരുപാടില്ലേ നമ്മുടെ ചുറ്റുപാടും, ആണും പെണ്ണുമായി നിലനിൽക്കുന്ന. അവയിലെല്ലാം ശിഖണ്ഡികളുണ്ടോ? ആര് ശിഖണ്ഡി എന്നൊരു മൂന്നാം വർഗം ഇല്ല. ഇത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ ലൈംഗിക ശേഷി ഇല്ലാത്തത് മനുഷ്യൻ്റെ ഒരു അംഗവൈകല്യം മാത്രമാണ്. അത് മൂന്നാം വർഗമല്ല. കണ്ണില്ലാത്തതുപോലെ, കേൾവിശേഷിയില്ലാത്തതുപോലെ, കൈയില്ലാതെ ജനിക്കുന്നത് പോലെ, ലൈംഗിക ശേഷിയില്ലാതെ, ലിംഗമുണ്ടായിട്ടും ലൈംഗിക ശേഷിയില്ലാതെ ജനിക്കുന്നവർ, ലിംഗം തന്നെ ഇല്ലാതെ ജനിക്കുന്നവർ, ലിംഗത്തിന് പ്രശ്നമുള്ള രൂപത്തിൽ ജനിക്കുന്നവർ, ഇങ്ങനെ പല രൂപങ്ങളിൽ ഉള്ള ലൈംഗിക ശേഷിയില്ലാത്ത ആളുകളുണ്ടാകും. അതാണ് ശിഖണ്ഡികൾ എന്നൊരു വർഗമാക്കി തീർത്തിട്ട് ഇങ്ങനെ പ്രതിപാദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പിന്നിൽ മറ്റൊരുപാട് അജണ്ടകളുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം പറയുന്നത്. ഇവിടെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിലൊരു മൂന്നാം വർഗമല്ല നപുംസകങ്ങൾ, ശിഖണ്ഡികൾ, മറിച്ച് ഒരു അംഗവൈകല്യമാണ്. ആ അംഗവൈകല്യത്തിൻ്റെ കാര്യത്തിൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താണ്? ആ അംഗവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവന് ബാധകമല്ല എന്നുള്ളത് കാഴ്ചപ്പാട് വേറൊന്നുമില്ല. അഥവാ കണ്ണില്ലാത്ത ആളുടെ വിഷയത്തിൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താണ്? സ്ത്രീകളെ കണ്ടാൽ കണ്ണ് താഴ്ത്തണമെന്ന് ഇസ്ലാം കൽപ്പിച്ചിട്ടുണ്ട്. അവർക്ക് ആ നിയമം അവർക്ക് ബാധകമല്ല. കാരണം കണ്ണെന്നില്ല, പിന്നെ എങ്ങനെ കണ്ണ് താഴ്ത്തും? ഇതേപോലെ വധുവെടുക്കുമ്പോൾ കയ്യിൻ്റെ മുട്ടുവരെ കഴുകേണ്ടതുണ്ടെന്ന് ഇസ്ലാമിൻ്റെ നിയമമുണ്ട്. കയ്യില്ലാത്ത ആളെ സംബന്ധിച്ചിടത്തോളം എന്താണ് നിയമം? മുട്ടുവരെ കഴുകേണ്ട. കയ്യെന്നില്ലാത്ത ഒരാൾക്ക് മുട്ടുവരെ കഴുകാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ ആ നിയമം അവന് ബാധകമല്ല. ഇതേപോലെ ലൈംഗിക ശേഷിയും ലൈംഗികതയുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൻ്റെ കുറേ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ ഇയാൾക്ക് ബാധകമല്ല എന്ന് മാത്രമേ ഉള്ളൂ. അതൊരു മൂന്നാം വർഗമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനെ ഒരു ആ രൂപത്തിൽ കാണുന്നൊരു രീതിയാണ് തെറ്റ്. ലോകത്ത് പിന്നെ പല സ്ഥലങ്ങളിലും, ഇപ്പോൾ ബോംബെ പോലുള്ള സ്ഥലങ്ങളിൽ ശിഖണ്ഡികൾ എന്നൊരു വർഗമായി സ്ഥിതി ചെയ്യാണ്. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു വർഗമായി സ്ഥിതി ചെയ്യുകയും അവർ ആരെങ്കിലും എവിടെയെങ്കിലും അങ്ങനെല്ലാം ഒരു കുട്ടി ഉണ്ടായാൽ അത് അവർ കൂട്ടിക്കൊണ്ടുപോവുകയും അതിന് പ്രത്യേക ചടങ്ങുണ്ടാക്കുകയും അങ്ങനെ ഒരു വർഗമാക്കുകയും അവിടെ ഒരു പ്രത്യേക കൾച്ചർ ഇമ്പോസ് ചെയ്തിട്ട് ആ സംസ്കാരം പഠിപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ഇപ്പോൾ കേരളത്തിലെല്ലാം ലൈംഗിക ശേഷിയില്ലാത്ത ജനിക്കുന്ന ആളുകളിലേ ഉണ്ട്. എന്നാൽ കേരളത്തിൽ എന്തേ ഒരു നപുംസക വർഗമല്ലാത്തത്? നമ്മൾ ആ സംസ്കാരം നേരത്തെ സമ്മതിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ അവർ സുഖകരമായി ജീവിക്കുന്നുണ്ട്. ആ ലൈംഗികത എന്നത് ലൈംഗിക ശേഷി ഉള്ള പുരുഷനും സ്ത്രീയും ഇല്ലാത്ത പുരുഷനും സ്ത്രീയും, ആ പുരുഷനും സ്ത്രീക്കും അവർ ലൈംഗികതയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ബാധകമല്ല എന്ന് മാത്രമേ ഉള്ളൂ ഇസ്ലാമിക വീക്ഷണത്തിൽ എന്ന് മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും ഇതുപോലെ ആൾക്കാരുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പറ്റി എന്തായിരിക്കും പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇതേപോലുള്ള ആളുകളുണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് അവരെക്കുറിച്ച് പറഞ്ഞതെന്നാണ് ചോദ്യം. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പ്രത്യേകമായ ഒരു നിവേദനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ളതായി ഞാൻ മനസ്സിലാക്കിയിട്ടില്ല അവരെക്കുറിച്ച് എന്നുള്ള നിലക്ക്. ഞാൻ പറഞ്ഞല്ലോ, അത് അവരെക്കുറിച്ച് മാത്രമല്ല ഇല്ലാത്തത്. കണ്ണ് കാണാത്ത ആളുകളെക്കുറിച്ച് റസൂലുള്ളാഹി പ്രത്യേകം പറഞ്ഞിട്ടില്ല. കാലില്ലാത്ത ജനിക്കുന്ന ആളുകളെക്കുറിച്ച് പ്രത്യേകം പറഞ്ഞിട്ടില്ല. കൈയില്ലാത്ത ആളുകളെക്കുറിച്ച് പ്രത്യേകം പറഞ്ഞിട്ടില്ല. ഇവിടെ വളരെ ക്ലിയറാണ് കാര്യം. അവരൊരു പ്രത്യേക ജാതിയാണെങ്കിൽ മാത്രമാണ് അവരെക്കുറിച്ച് പറയേണ്ടതുള്ളൂ. ആ ജാതിയാണെന്നുള്ള ചിന്തയാണ് നമ്മുടെ മീഡിയകൾ. അതിൻ്റേതായ ലക്ഷ്യങ്ങളുണ്ട്. മുതലാളിത്തത്തിൻ്റെ പുതിയ ചില ലൈംഗിക സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട
ചില ലക്ഷ്യങ്ങളുണ്ട്, LGBTയുമെല്ലാമായി ബന്ധപ്പെട്ട ലക്ഷ്യങ്ങൾ. അത് സാധിക്കുന്നതിന് വേണ്ടി വളരെ സമർത്ഥമായി ഉണ്ടാക്കുന്ന കെണികളിൽ ഒന്നാണ് ലൈംഗിക ന്യൂനപക്ഷങ്ങൾ എന്നൊരു വിഭാഗമാണ് ഇവർന്നും അവരൊരു പ്രത്യേക ജാതിയാണെന്നും ആ ജാതിയുടെ അവകാശങ്ങളുണ്ടെന്നും ആ അവകാശങ്ങളുടെ കൂടെ തന്നെ ലെസ്ബിയൻസിനെയും ഗേകളെയും അതേപോലെ ബൈസെക്ഷൽസിനെയും എല്ലാം പെടുത്തണമെന്നും എല്ലാം പറഞ്ഞുകൊണ്ടുള്ള പുതിയ കാലഘട്ടത്തിലെ ചില തന്ത്രങ്ങളാണ്, മുതലാളിത്ത തന്ത്രങ്ങളാണിത്. എന്താണത്? ഇപ്പോൾ LGBT എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ ആൻഡ് ട്രാൻസെക്ഷൽ. ഇതിൽ ട്രാൻസെക്ഷൽസ് മാത്രമാണ് ഈ പറഞ്ഞ അത്. ബാക്കി എന്താ? ഇവരെല്ലാം ലൈംഗിക ന്യൂനപക്ഷങ്ങളാണ്. അതുകൊണ്ടോ ഇവർക്കെല്ലാമുള്ള ലൈംഗിക ആസ്വാദനത്തിനുള്ള അവസരം ഉണ്ടാകണം. അത് അവരുടെ അവകാശങ്ങളെ അടിച്ചെറുപ്പിക്കാൻ പാടില്ല. അപ്പൊ അതെന്താ? അടിച്ച് അമർത്തുന്നതിനെതിരെ സമരം, പ്രശ്നങ്ങൾ, അതിനു വേണ്ടി ആളുകളെ സംഘടിപ്പിക്കുക, ബുദ്ധിജീവികളെ മെരുക്കുക, ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ അതിനനുകൂലമാക്കി ഉണ്ടാക്കുക, അതിനനുകൂലമായി ആളുകളെ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യുക, ഇതൊക്കെ പരിപാടികൾ. ഇതെല്ലാം എന്താ? ഇത് യഥാർത്ഥത്തിൽ ലോകത്തെങ്ങും തങ്ങൾക്ക് ആവശ്യമായ രൂപത്തിലുള്ള ലൈംഗികത ആസ്വദിക്കാൻ പറ്റുന്ന പ്രദേശങ്ങളാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള സാമ്രാജ്യത്വത്തിൻ്റെ വളരെ സമർത്ഥമായ തന്ത്രമാണ്. അതിന് ഈ സാധു ആളുകളെ ഇതിനെ കൂടെപ്പെടുത്തുകയാണ്. അതൊരു വസ്തുതയാണ്. മറ്റേതിന് മൂന്നും മിഥ്യയാണ്. മറ്റേത് മൂന്നും അടിസ്ഥാനപരമായി മിഥ്യയാണ്. ഗേ എന്നതോ ലെസ്ബിയൻ എന്നതോ യഥാർത്ഥത്തിൽ ഒരു ജന്മപ്രശ്നമോ ജന്മനായി ഉണ്ടാകുന്ന വൈകല്യമോ അല്ല തന്നെ, ആണെന്ന് വരുത്തി തീർക്കാനാണെന്ന് വ്യാപകമായി ശ്രമിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ രൂപത്തിലുള്ള പ്രശ്നങ്ങളും എൻ്റെ ഈ വർത്തമാനത്തെ ചോദ്യം ചെയ്യുന്ന ആളുകളെല്ലാം ഉണ്ടാകും. ആ വിഷയത്തിൽ തന്നെ സ്വവർഗ ലൈംഗികത അവകാശമോ എന്ന പേരിൽ ഒരു പുസ്തകം ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വായിക്കാവുന്നതാണ് ആ വിഷയം. ഇവിടെ അതിൻ്റെ പൊളിറ്റിക്സ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഈ ചോദ്യം ചോദിച്ച സ്ഥിതിക്കാൻ പറയുന്നത് LGBT എന്ന പദം പരിശോധിച്ചാൽ മതി. എന്താ? ലെസ്ബിയൻ എന്ന് പറഞ്ഞാൽ സ്ത്രീയുമായി ബന്ധപ്പെടുന്ന സ്ത്രീകൾ, ഗേ പുരുഷനുമായി ബന്ധപ്പെടുന്ന പുരുഷന്മാർ, മൂന്നാമത്തതോ ബൈസെക്ഷൽ അഥവാ സ്ത്രീയുമായും പുരുഷനുമായും ബന്ധപ്പെടാൻ കഴിയുന്ന ആളുകൾ, നാലാമത്തെ ട്രാൻസെക്ഷൽ രണ്ടു കൂട്ടരുമായി ബന്ധപ്പെടാൻ പറ്റാത്ത ആളുകൾ. ഇവിടെ നോക്കൂ, മൂന്നാമത് പറഞ്ഞ വിഭാഗം ബൈസെക്ഷൽ. ഇതെന്തിനാ ഇവരെ കൂടെ കൂട്ടിയത്? ഒരാൾക്ക് പെണ്ണുമായും ബന്ധപ്പെടാം, ആണുമായും ബന്ധപ്പെടാം. അങ്ങനത്തെ ഒരാളെ ഇവിടെ കൂട്ടിയത് എന്തിനാ? അയാളെ സംബന്ധിച്ചിടത്തോളം ഇവർ ഈ പറയുന്ന വാദപ്രകാരം തന്നെ അയാൾക്ക് ലൈംഗിക സംതൃപ്തി ലഭിക്കണമെങ്കിൽ ഒരു ഇണയുണ്ടായി, വിവാഹ ജീവിതത്തിലൂടെ ഒരു ഇണയുണ്ടായി സ്ത്രീയുടെയുമായി ബന്ധപ്പെട്ടാൽ തന്നെ അയാൾക്ക് ലൈംഗികമായ ആസ്വാദനം ഉണ്ടാകും, സംതൃപ്തി ഉണ്ടാകും. പക്ഷേ അയാൾക്ക് സ്വന്തം വർഗത്തിൽപ്പെട്ടവരുമായും ആകർഷണം ഉണ്ടാകും. അയാളെ ബൈസെക്ഷൽ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ കൂട്ടിയിരിക്കുകയാണ്. അതിനർത്ഥം ഇവർക്ക് രണ്ടു കൂട്ടർക്ക് ഉണ്ടാകുന്ന അവകാശത്തെ പോലെ തന്നെ ഇയാൾക്കും അവകാശം ഉണ്ടാകണം. ഇയാൾ ആരാ? തൻ്റെ ലൈംഗിക ശേഷിയെ എവിടെയും ഉപയോഗിക്കാൻ കഴിയേണ്ട ഒരാൾ. ആണിനെ കണ്ടാലും പെണ്ണിനെ കണ്ടാലും എല്ലാം ഉപയോഗിക്കേണ്ട അയാൾക്കും സ്വാതന്ത്ര്യം വേണം, അയാൾക്കും ഇതിനുള്ള അവകാശം വേണം. അയാൾ ലോകത്തെവിടെ ചെന്നാലും ഒരു പ്രശ്നത്തോടു കൂടി നോക്കുന്ന അവസ്ഥയുണ്ടാകരുത്. അവർക്കും മാന്യത വേണം. ഇതിനു വേണ്ടി ഈ സാധു ട്രാൻസെക്ഷൽസിനും കൂടി കൂട്ടുപിടിച്ചിട്ട് ഉണ്ടാക്കുന്ന വളരെ സമർത്ഥമായ ഒരു സാമ്രാജ്യത്വ ലൈംഗിക തന്ത്രമാണിത് എന്നുള്ളതാണ് വസ്തുത. അതിന് അനുസൃതമായിട്ടാണ് നമ്മുടെ മീഡിയകളെല്ലാം തന്നെ ആളുകളെ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വസ്തുതാവിരുദ്ധമാണത് എന്ന് നമ്മൾ മനസ്സിലാക്കുക.